ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫൗസീസ് കിച്ചൺ. ഇന്ന് ഞാനൊരു വെറൈറ്റി ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതെൻ്റെ ഷെജീർക്കാക്കാൻ്റെ റെസിപ്പിയാണ്. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ഫുൾ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. തൊലി കളഞ്ഞിട്ട് ഈ രൂപത്തിലാണ് നമ്മൾ ഷോപ്പിൽ നിന്നും വാങ്ങേണ്ടത്. ഇനി ചിക്കൻ നന്നായി കഴുകിയിട്ട് ഡ്രൈ ചെയ്യാൻ വേണ്ടി വെക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ നോക്കാം. 2 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വലിയ തക്കാളി തന്നെ എടുത്തിരിക്കുന്നത്. 3 ക്യാപ്സിക്കം എടുത്തിട്ട് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ മല്ലിയില, പുതിനയില, ഇത് രണ്ടും ഓരോ പിടി വീതം എടുത്തിട്ടുണ്ട്. ഇനി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ വീതം എടുത്തിട്ടുണ്ട്. ഇനി മസാല കൂട്ടാനായിട്ട് ഒരു വലിയ കടായി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച പച്ചക്കറികൾ ഓരോന്നായി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കടായിലാണ് നമ്മൾ 2 ചിക്കൻ വേവിക്കാൻ പോണത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വലിപ്പമുള്ളത് തന്നെ എടുക്കണം. ഇനി നമ്മൾ എടുത്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ മന്തി മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ അതില്ല വെച്ച ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് ജീരകം, ചെറിയ ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടി. മുളക് പൊടി തന്നെ 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൽ എരിവ് കുറക്കാൻ വേണ്ടിയിട്ടാണ് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് മാഗി ക്യൂബാണ് വേണ്ടത്. ഇതുപോലത്തെ 2 ബോക്സാണ് വേണ്ടത്. ഇതുപോലെ 2 പാക്കറ്റാണ് എടുക്കേണ്ടത്. ഇതിൽ ഒരെണ്ണത്തിൻ്റെ ഉള്ളിൽ ഇതുപോലെ 2 എണ്ണമാണ് ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ 4 എണ്ണം നമ്മൾ ഇതിലേക്ക് എടുക്കണം. നമ്മുടെ അടുത്ത് 2 ചിക്കൻ അല്ലേ ഉള്ളത്. ഇനി 4 മാഗി ക്യൂബും കൂടിയിട്ട് നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 4 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഇപ്പോൾ ഇതിലുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. മാഗി ക്യൂബിൽ കുറച്ച് ഉപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നോക്കിയിട്ട് പിന്നെ ചേർത്ത് കൊടുക്കാം. ഇനി കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്മിയിട്ട് ഇതൊക്കെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ 1 ടീസ്പൂണും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ഒരു ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ നന്നായി വരഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഫോർക്ക് ഉണ്ടെങ്കിൽ ഫോർക്ക് ഉപയോഗിച്ച് നന്നായി കുത്തി കൊടുത്താലും മതി. ഇനിയിപ്പോൾ ഈ ചിക്കനെ നന്നായി മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് എല്ലാ ഭാഗത്തേക്കും നന്നായി തേച്ച് പിടിപ്പിക്കണം. അതിൻ്റെ ആ ഉൾഭാഗത്തൊക്കെ നന്നായിട്ട് മസാല എത്തണം. ഇപ്പോൾ ഈ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ ചിക്കനും കൂടി ഇതുപോലെ മസാല തേച്ച് പിടിപ്പിക്കാം. നമുക്ക് മറിച്ചിടാനും ഒക്കെ പറ്റണ ഒരു വലിയ സൈസ് പാത്രം തന്നെ ആയിരിക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ 2 ചിക്കനും ഇവിടെ മസാല പരട്ടി വെച്ചിട്ടുണ്ട്. 2 മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ടിയിട്ട് 200 ഗ്രാം കാഷ്യൂനട്ട് എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ കുതിർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 മണിക്കൂറായി. അപ്പോൾ നമ്മൾ ഇനി ഇത് കുക്ക് ചെയ്യാണ്. കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യത്തിലൊക്കെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടാവും അതിൽ. ഇപ്പോൾ കണ്ടില്ലേ, വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ആ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ചേക്കാം. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും ഇട്ടുകൊണ്ടേ ഇരിക്കണം. ചിക്കനൊന്നും പൊടിഞ്ഞു പോകരുത്. 2 സൈഡും ഒരുപോലെ വെന്ത് കിട്ടാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ചിക്കൻ്റെ മുകളിലേക്ക് മസാല കോരിയിട്ട് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ കിടന്ന് കുക്കാവട്ടെ. നമുക്കിത് അടച്ച് വെക്കാം. ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ നമ്മുടെ കാഷ്യൂനട്ട് നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായി അരച്ചെടുക്കണം. അരച്ച പേസ്റ്റ് നമുക്കിനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഗ്രേവി മൊത്തം എല്ലാത്തിൻ്റെ മേലെ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. കടായി ഒന്ന് 2 സൈഡിലും പിടിച്ചൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. അടിഭാഗത്തേക്കൊക്കെ ഗ്രേവി എത്താൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ചിക്കന് ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുത്തിട്ട് ഗ്രേവി എല്ലായിടത്തേക്കും എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 2 മിനിറ്റ് നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് ചൂടോടെ തന്നെ ഇതൊരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇനി ഈ ചിക്കൻ്റെ 4 പുറം നമ്മൾ ഈ ഗ്രേവി ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പുതിയാപ്പിള ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ ചിക്കനും കൂടി ഒരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. എൻ്റെ ബ്രദർ ഷെജീർക്കാക്കയാണ് ഇതിന് പുതിയാപ്പിള ചിക്കന് പേരിട്ടത്. ഇതിന് വേറെ വല്ല പേരും നിങ്ങൾക്ക് അറിയിച്ചോ ഒന്ന് കമൻറ്റ് ചെയ്യണേ.
ഇത് റൈസിൻ്റെ കൂടെയും പിന്നെ പൊറാട്ട, പത്തിരി, ചപ്പാത്തി ഇങ്ങനത്തെ ഐറ്റംസിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാം കേട്ടോ. കിടിലൻ ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പത്തിരി, പൊറോട്ട, ചപ്പാത്തി, കുബ്ബൂസ് പിന്നെ റാഗി പത്തിരി ഉണ്ടായിരുന്നു. അതെൻ്റെ ഉമ്മച്ചിക്ക് ഷുഗറുള്ള കാരണം അരി ഭക്ഷണം എൻ്റെ ഉമ്മച്ചി കഴിക്കില്ല. ഇന്നത്തെ ഈ സ്പെഷ്യൽ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.